Hi everyone, Assalamu alaikum. This is Biju Fahima here. Welcome back to another video. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. മീൻ പൊള്ളിച്ചത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മീൻ ഫ്രൈ ചെയ്ത് മസാലയിൽ പൊതിഞ്ഞെടുത്ത് വാഴയിലയിൽ ചുട്ടെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടൈപ്പ് ഫിഷ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ള ആവോലിയും ചെമ്പല്ലിയും ആണിത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീനും വേണമെങ്കിലും എടുക്കാം. മീൻ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം, എന്നാലും ആ മീനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള എളുപ്പത്തിന് ഈ സൈസിലുള്ള ഒരു മീൻ പൊള്ളിച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മാരിനേഷന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പറും 1/2 മുറി ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 10 വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം, എന്നാലും നീരോടെ കൂടെ കിട്ടാൻ. ഇങ്ങനെ മീനിലേക്ക് സ്ക്വീസ് ചെയ്തെടുക്കുമ്പോൾ മീനിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ഇനി എല്ലാ മീനിലേക്കും മാരിനേഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സെയിം മാരിനേഷൻ നിങ്ങൾക്ക് മീൻ വെറുതെ പൊരിച്ചെടുക്കുമ്പോൾ യൂസ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുത്ത മീനിന്. അപ്പോൾ എല്ലാ മീനും മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് ഓരോ മീനും ഇട്ട് 2 ഭാഗവും പൊരിച്ചെടുക്കാം. മീനിൽ അപ്ലൈ ചെയ്ത മസാല ഒന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. മീൻ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ഫ്രൈ ആയാൽ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള എല്ലാ മീനും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ മീൻ എടുക്കാനും പറ്റും. അപ്പോൾ മീൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം മസാലയ്ക്ക് വേണ്ടി സെയിം ഓയിലിലേക്ക് 4 ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി നല്ലപോലെ വാടി വരണം. അത് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു മിക്സ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു മിക്സറിലേക്ക് 12 ചെറിയുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് ടെക്സ്ചറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് വാടി വന്ന ഉള്ളിയിലേക്ക് ആഡ് ചെയ്യാം. ഇത് ചേർത്താൽ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. തക്കാളിയും കംപ്ലീറ്റ് മാഷ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി ഇതുപോലെ ഉടഞ്ഞു വരുമ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാലയും ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം മസാല ഇവിടെ റെഡിയായി. ഈ ചൂടിൽ തന്നെ മീൻ പൊള്ളിച്ചെടുക്കാം. അതിനു മുമ്പ് മീൻ റാപ്പ് ചെയ്യാൻ ആവശ്യമുള്ള വാഴയില വാട്ടിയെടുക്കണം. ഒരു മീൻ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഇല വെക്കുന്നുണ്ട്. ഇതിന് മേലായിട്ട് മസാല കുറച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ വെച്ച് മീൻ കംപ്ലീറ്റ് കവർ ആവുന്ന രീതിയിൽ മസാല വെച്ച് പൊതിഞ്ഞെടുക്കണം. ഇനി വാഴയില ഇതുപോലെ മടക്കി നല്ല ടൈറ്റായിട്ട് വാഴനാര് ഉപയോഗിച്ചിട്ട് തന്നെ ടൈ ചെയ്തെടുക്കുന്നുണ്ട്. വാട്ടിയെടുത്തോണ്ട് തന്നെ ഇല കീറിപ്പോകുന്ന സീനൊന്നുമില്ല. ഇനി ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി തവ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോ റാപ്പ് 2 ഭാഗവും കരിഞ്ഞു പോവാതെ പൊള്ളിച്ചെടുക്കാം. ഇല ഇതുപോലെ വാടി ഈ ഒരു കളർ ആകുന്നവരെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് തുറക്കുമ്പോൾ വരുന്ന ആ ഒരു സ്മോക്ക് ഉണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ്. ടേസ്റ്റ് വൈസും കിഡിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ കീപ് വാച്ചിങ്. ബൈ.